പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമുണ്ടായ നയപ്രഖ്യാപനവും പിന്നീടുണ്ടായ ധവളപത്രം അവതരണവും എല്ലാം നൽകിയ കൃത്യമായ സന്ദേശങ്ങളുണ്ടായിരുന്നു. അത് കേരളം സാമ്പത്തികമായി എന്തോ വല്ലാത്തൊരു അപകടാവസ്ഥയിലാണ്. അതേ സന്ദേശമാണ് ഇന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൻ്റെ ആമുഖത്തിലും പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ബജറ്റിലെ ആകെ അലോക്കേഷൻ പരിശോധിച്ചാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അപകടാവസ്ഥയിലല്ല എന്ന ചിത്രമാണ് നമുക്ക് ലഭിക്കുക. 2000 കോടിയുടെ അധിക അലോക്കേഷൻ സംസ്ഥാന സർക്കാരിന് വരുത്താൻ കഴിയുന്നുണ്ട്. ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക അപകടാവസ്ഥ എന്ന വാദത്തെ നിരാകരിക്കുക മാത്രമല്ല, അതൊരു രാഷ്ട്രീയമായ ആക്ഷേപം മാത്രമാണ് എന്ന് സമ്മതിക്കുക കൂടിയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 6300 കോടിയിലധികം രൂപയുടെ നീക്കിബാക്കി നിലനിർത്തിക്കൊണ്ടാണ് LDF സർക്കാർ ഭരണത്തിൽ നിറങ്ങുന്നത്. ജനങ്ങൾക്കായി കൂടുതൽ ആശ്വാസ നടപടികൾ ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ നാടിന് കൂടുതൽ വികസന നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അടിത്തറയായിട്ടും ഇത് ഉപയോഗിക്കാമായിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ജനക്ഷേമത്തിൻ്റെ കാര്യത്തിലും നാടിൻ്റെ വികസന കാര്യത്തിലും നല്ലതുപോലെ പിൻവാങ്ങൽ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. പരിശോധിച്ചാൽ കാണാൻ കഴിയുക പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുകയാണ്. ആസിയാൻ കരാറിൻ്റെ തുടർഫലമായി കാർഷിക മേഖല വലിയ ആഘാതമാണ് നേരിടുന്നത്. അതിന് കഴിഞ്ഞ ബജറ്റിലൂടെ LDF സർക്കാർ വ്യക്തമായ ആശ്വാസ നടപടികൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ റബ്ബർ, നാളികേരം, നെല്ല് ഇങ്ങനെയുള്ള കാർഷിക മേഖലകളിൽ ഒരാശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയനിലപാടുകൾ, അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിനുണ്ടാകുന്ന ധനനഷ്ടം ഈ ബജറ്റ് അത് കൃത്യമായി അഭിസംബോധന ചെയ്യുന്നില്ല. ഇതൊരു കണ്ടില്ലെന്നടിക്കലാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ആ കണ്ടില്ലെന്നടിക്കലിലെ രാഷ്ട്രീയമാണ്. മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ബജറ്റ് ശ്രമിക്കുന്നതും ഇതേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്.
ധവളപത്രം വികസനക്ഷേമ പദ്ധതികളിൽ നിന്ന് വരുന്ന വർഷങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരുതരം മുൻകൂർ ജാമ്യമെടുക്കലായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. സർക്കാരിൻ്റെ സ്വാഭാവിക ബാധ്യതകളുണ്ട്. ആ സ്വാഭാവിക ബാധ്യതകളെ പെരുപ്പിച്ചു കാട്ടുക, വരവില് ഉണ്ടാകുന്ന വർധനവ് മറച്ചു പിടിക്കുക, ഇതൊക്കെ ബോധപൂർവം തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ ബജറ്റുകളിലെ വകുപ്പുകൾക്കുള്ള അലോക്കേഷൻ വലിയ വ്യത്യാസമില്ലാതെ പുനഃക്രമീകരിക്കുന്ന നിലയാണുണ്ടായിട്ടുള്ളത്. ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് കേരളമാകെ ഒരു നവകേരള സ്വപ്നം കൊണ്ടാടുന്നതാണ്. അത് പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഇതിൽ കാണാനില്ല. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ വൻതോതിലുള്ള പശ്ചാത്തല വികസനം നടന്നു എന്നുള്ളത്. ആർക്കും ആ കാര്യത്തിൽ മറ്റൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകില്ല. ആ വികസനം നടക്കുന്നതിനിടയാക്കിയത് കിഫ്ബിയാണ്. അതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിച്ചത് കിഫ്ബിയാണ്. പക്ഷേ കിഫ്ബിയുടെ ചിറകരിയുന്ന നിലപാടാണ് ഈ ബജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. കിഫ്ബി പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതിയെ വെക്കും എന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കിഫ്ബി എന്ന ആശയത്തെ തന്നെ അവസാനിപ്പിക്കാനുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. കേരളത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയായിരുന്നു ലൈഫ് മിഷനിലൂടെ നടപ്പാക്കിയ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതി. 5 ലക്ഷത്തിലധികം വീടുകളാണ് അതിൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്. ലൈഫ് മിഷനോടുള്ള UDFന്റെ സമീപനം പണ്ടേ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ആ ലൈഫ് പദ്ധതിയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രൂപരേഖ പോലും നൽകാതെയാണ് ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലൂടെ വന്നിട്ടുള്ളത്. അതിന് ലൈഫ് മിഷന്റെ ഭാഗത്ത് ഒന്നും പറയുന്നില്ല. എന്നാൽ SC/ST വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി പ്രഖ്യാപിച്ചതായി കാണുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ലൈഫ് പദ്ധതി ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ തുടക്കം തന്നെയായിട്ടാണ് കാണേണ്ടത്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി എന്ന് പറഞ്ഞു. അത് പുനർഗേഹം പദ്ധതി ഇപ്പം തന്നെ നിലവിലുള്ളതാണ്. അത് നേരത്തെ നിലവിലുണ്ട്. അത് പുതിയൊരു പദ്ധതിയായിട്ട് കാണേണ്ടതായിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് റബ്ബറിന് മാർക്കറ്റിൽ 170 രൂപ ഉള്ളപ്പോഴാണ് റബ്ബറിൻ്റെ തറവില 200 രൂപയായി LDF സർക്കാർ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ 274 രൂപയാണ് മാർക്കറ്റിൽ റബ്ബറിൻ്റെ വില. അപ്പോൾ 250 രൂപ എന്നാണ് UDF സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് വലിയ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ 10 കോടി രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്.
അതുകൊണ്ടൊന്നും ആകില്ല എന്ന് എല്ലാവർക്കും അറിയാം. തുടക്കം കാണുമ്പോൾ ഒരു പ്രഹസനം പോലെയുണ്ട്, നീക്കിവെച്ച തുക കാണും. നേരത്തെ ഈ ബജറ്റ് വരുമ്പോൾ ജീവനക്കാർക്കാകെ വിസ്മയമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഞാനൊരു വിസ്മയവും കണ്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ജീവനക്കാർക്ക് എന്താണ് വിസ്മയം ഉണ്ടാക്കാനായത് എന്നത്. ഇവിടെ കഴിഞ്ഞ സർക്കാർ അധികാരമൊഴിയുമ്പോൾ DA കൊടുത്തു തീർത്തിരുന്നു. കുടിശ്ശിക നൽകാനുണ്ടായിരുന്ന തുക 5 ഗഡുക്കളായി നൽകുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ബജറ്റിലൊന്നും പ്രത്യേകമായി പരാമർശമായി കണ്ടില്ല. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്നതാണ് പൊതുവെ സംസ്ഥാനം അംഗീകരിച്ചിരുന്നത്. നിലവിലുള്ള ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുടരുമോ? അതും ബജറ്റിൽ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കി 2013 UDF സർക്കാർ നടപ്പിലാക്കിയ ന്യൂ പെൻഷൻ സ്കീം തുടരുമെന്നാണ് ഇപ്പോൾ ബജറ്റ് നൽകുന്ന സൂചന. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ LDF സർക്കാർ നടപ്പിലാക്കിയ എഷ്വേർഡ് പെൻഷൻ സ്കീം ഉപേക്ഷിക്കുമെന്നാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത്. ജീവനക്കാർക്ക് പെൻഷൻ കാര്യത്തിൽ ലഭിക്കുമായിരുന്ന ഉറപ്പ് ഇതിലൂടെ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആവർത്തിച്ച് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊന്ന് സ്വർണ്ണ നികുതിയെക്കുറിച്ചാണ്, മറ്റൊന്ന് IGST-യെക്കുറിച്ചാണ്. അവയെക്കുറിച്ചൊന്നും ഈ ബജറ്റിൽ പരാമർശം കണ്ടില്ല. ഇതാണ് ബജറ്റിന്റെ പൊതുവായ നില. LDF സർക്കാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ പേര് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ദിശ അത് പൂർണ്ണമായി തകിടം മറിക്കുന്ന നിലയിലേക്കാണ്. കേരളത്തിന് വലിയ അപകടം സംഭവിക്കുന്നുവെന്ന സൂചനയാണ് ഈ ബജറ്റിലൂടെ നൽകിയിട്ടുള്ളത്.